ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 സ്റ്റീരിയോ കെമിസ്ട്രി. അതിൻ്റെ അകത്ത് ഒപ്റ്റിക്കൽ ഐസോമർസമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോമർസം എന്താണെന്നും അതിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചറൽ ആൻഡ് സ്റ്റീരിയോ ഐസോമർസമാണെന്നും സ്ട്രക്ചറൽ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റീരിയോ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ കോൺഫിഗറേഷനിലും കൺഫർമേഷൻ ആണെന്നും അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒപ്റ്റിക്കൽ ആൻഡ് ജിയോമെട്രിക്കൽ ആണെന്നും ജിയോമെട്രിക്കൽ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഐസോമർസത്തിൻ്റെ ക്ലാസിഫിക്കേഷനായ എനാൻഷ്യോമേഴ്സ് ആൻഡ് ഡയാസ്റ്റീരിയോമേഴ്സ് ആണ്. ഫസ്റ്റ് ഒപ്റ്റിക്കൽ ഐസോമർസം എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. ഒപ്റ്റിക്കലി ആക്റ്റീവായിട്ടുള്ള കോമ്പൗണ്ട് പ്ലെയിൻ പോളറൈസ്ഡ്, അതായത് നമ്മളൊരു ഇപ്പോൾ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുക എന്ന് പറയുന്നത് അൺപോളറൈസ്ഡ് ആണ് വരുന്നത്. അൺപോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിരിക്കും. അത് പോളറൈസറിലൂടെ കടത്തിവിടുമ്പോൾ പോളറൈസറിലൂടെ കടത്തി വിട്ട് കഴിയുമ്പോൾ ലൈറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അത് നേരെ നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ട്യൂബിനകത്ത് വെച്ചിരിക്കുകയായിരിക്കും. ലൈറ്റ് ആയിരിക്കുമല്ലോ. ഈ ലൈറ്റ് നേരെ ട്യൂബിലോട്ട് കടന്നു കഴിഞ്ഞ് പിന്നെ നേരെ ചെല്ലുന്നത് അനലൈസറിലോട്ടാണ് ചെല്ലുന്നത്. അനലൈസർ എന്ന് പറയുന്നത് അനലൈസർ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതല്ല. അനലൈസറിൽ ചെന്ന് കഴിയുമ്പോൾ ഈ സാമ്പിളിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് അനലൈസറിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആരോ മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ഇത് ഡെക്സ്ട്രോ റൊട്ടേഷൻ ആയിരിക്കും. ഡെക്സ്ട്രോ റൊട്ടേഷൻ. അതേസമയം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ അത് ലീവോ റൊട്ടേഷൻ ആയിരിക്കും. ലീവോ റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുക. അതായത് ലൈറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റാണ്. അത് പോളറൈസർ കടത്തി കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഡയറക്ഷൻ സെയിം ഡയറക്ഷനിലാകും. പിന്നെ അതിനെ നമ്മൾ നേരെ സാമ്പിളിലോട്ട് കടത്തി വിടുമ്പോൾ ഡെക്സ്ട്രോയും വരുന്നുണ്ട്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ ആരോ മാർക്ക് പോകുന്നതെങ്കിൽ ഡെക്സ്ട്രോയും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ ലീവോയും ആയിരിക്കും. ഇനി ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതല്ല. ഇനി നമുക്കിത് വായിക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും ഒപ്റ്റിക്കൽ ഐസോമർസം എന്താണെന്നുള്ളത്. അതായത് ഒപ്റ്റിക്കൽ ഐസോമർസം സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് ദ എബിലിറ്റി ടു റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ്. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അൺപോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ പോളറൈസറിൽ കൂടി കടത്തിയിട്ട് എന്തായി മാറുന്നു, സെയിം ഡയറക്ഷനിലാക്കി മാറ്റിയതിന് ശേഷം അതിനെ നേരെ എന്ത് ചെയ്യുന്നു, സാമ്പിളിൽ കൂടി കടത്തി വിട്ട് കഴിയുമ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നത്, ടുവേഴ്സ് ദ റൈറ്റ് ഓർ ലെഫ്റ്റ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ പോവുകയാണ് എങ്കിൽ അതിന് നമ്മൾ ഒപ്റ്റിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയുള്ള ഒപ്റ്റിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ, ഇനി ദ ഫിനോമിനൻ ഓഫ് റൊട്ടേറ്റിംഗ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഈസ് കോൾഡ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞാണ് സബ്സ്റ്റൻസസ് വിച്ച് റൊട്ടേറ്റ് ദ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേഷനും, ആൻറ്റി ക്ലോക്ക് അതിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡി എന്നും പ്ലസ് സൈനിട്ടാണ്, ഡി ഓർ പ്ലസ് സൈനിട്ട്. വേറെ ആ സബ്സ്റ്റൻസസ് റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, നേരെ തിരിച്ചാണ് എങ്കിൽ ലീവോ റൊട്ടേറ്ററി. അതിൻ്റെ സൈൻ എന്ന് പറയുന്ന എല്ല്, അതിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കും. ഓക്കെ, ദ ഡി ആൻഡ് എൽ ഐസോമേഴ്സ് ഹാവ് ദ സെയിം ഡിഗ്രി ഓഫ് റൊട്ടേഷൻ ബട്ട് ഓപ്പോസിറ്റ് സൈൻ. ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ഓഫ് എ കോമ്പൗണ്ട് ഫോംസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അങ്ങനെയാണ് എങ്കിൽ അതിന് നമ്മൾ ഇനാൻഷ്യോമേഴ്സ് എന്നാണ് പറയുന്നത്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത സ്ലൈഡിൽ നോക്കാം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്.
നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാക്റ്റിക് ആസിഡ്, ഈ ലാക്റ്റിക് ആസിഡിനെ നമ്മൾ കണ്ണാടിയിൽ കൂടി കാണുമ്പോൾ അല്ലേ, ലാക്റ്റിക് ആസിഡിനെ നമ്മൾ കണ്ണാടിയിൽ കൂടി കാണുമ്പോഴത്തേക്കിനും എങ്ങനെയായിരിക്കും, COH അതുപോലെ തന്നെ മുകളിൽ കാണാം. ഇവിടെ ഈ ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് നമുക്ക് ആ സൈഡിൽ ഏതായിരിക്കും വരുന്നത്, OH ആയിരിക്കും വരുന്നത് അല്ലേ. ലെഫ്റ്റ് റൈറ്റിലോട്ടും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും തോന്നും അല്ലേ. പിന്നെ HOHൻ്റെ അങ്ങോട്ടും CH3 അതുപോലെ തന്നെ ആയിരിക്കും. ആ ഒരു ആ മിറർ ഇമേജാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ആ മിറർ ഇമേജിനെ നേരെ എടുത്ത് നമ്മുടെ ഇതിൻ്റെ മേളിലോട്ട്, അതായത് ഈ COH, അതായത് ഈ ലാക്റ്റിക് ആസിഡിൻ്റെ മിറർ ഇമേജിനെ ഇതിനെ നേരെ എടുത്ത് ഇതിൻ്റെ മേളിലോട്ട്, അതായത് നമ്മുടെ ഈ ആദ്യം കാണിച്ചിരിക്കുന്നതിന് മേളിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപോലെയാണ് എങ്കിൽ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറയും. അതേസമയം ഒരുപോലെ അല്ല എങ്കിൽ അതിനെ നമ്മൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്നുള്ളതിൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ലാക്റ്റിക് ആസിഡിൻ്റെ എങ്ങനെയാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ് നമുക്കിവിടെ വരുന്നത്. അതായത് ഇതിൻ്റെ മുകളിലോട്ട് ഇതിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് പറയുന്നത് എന്താണ്, നമ്മളിപ്പം ഏതാ പറഞ്ഞത്, ഡി ഫോമും എൽ ഫോമും അല്ലേ, ഡെക്സ്ട്രോ ആൻഡ് ലീവോ ഫോം അല്ലേ പറഞ്ഞത്. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ഡെക്സ്ട്രോ, ലീവോ എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ലീവോ. ഇത് ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ടാണ് അല്ലേ. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുന്ന എല്ലാ കോമ്പൗണ്ടുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. അടുത്ത ഇനി എങ്ങനെയാണെന്നുള്ള കണ്ടീഷൻ ഫോർ ഒപ്റ്റിക്കൽ ഐസോമറിസം. ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോളിക്യൂൾ ഷുഡ് പോസസ് കൈറാൽ കാർബണാറ്റ്. അതായത് കൈറാൽ കാർബണാറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാർബണാറ്റത്തിന് ചുറ്റും വരുന്നത് ഡിഫറെൻറ്റ് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആറ്റം ആയിരിക്കണം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു F. അങ്ങനെയാണ് എങ്കിൽ ഇത് കൈറാൽ കാർബണാറ്റമാണ്. സെയിം ആണ് വരുന്നതെങ്കിൽ ഇത് എക്കൈറാലായിരിക്കും. ഓക്കെ, ഇനി മോളിക്യൂൾ ഷുഡ് നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ്. അതായത് മോളിക്യൂൾ എന്ന് പറയുന്നത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുവാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ, അതായത് ഈ ലാക്റ്റിക് ആസിഡിൻ്റെ ഡി ഫോമിലുള്ള ലാക്റ്റിക് ആസിഡിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതിനെ നേരെ എടുത്ത് ഈ നമ്മുടെ ലാക്റ്റിക് ആസിഡിൻ്റെ ഡെക്സ്ട്രോയുടെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ OH എന്ന് പറയുന്നിടത്ത് H ആണ് വരുന്നത് അല്ലേ. ഈ Hൻ്റെ അവിടെ OH ആണ് വരുന്നത്. അപ്പോൾ അത് മുകളിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപോലെ സൂപ്പർ ഇമ്പോസിബിൾ ചെയ്യത്തില്ല, ഇത് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിരിക്കും. ഇങ്ങനെയുള്ളതാണ് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറയുന്നത് കേട്ടോ, നോട്ട് സൂപ്പർ ഇമ്പോസ്. ഇനി മോളിക്യൂൾ ഷുഡ് നോട്ട് ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി. അതായത് പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിനെ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിനെ അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിനെ നടുവേ മുറിച്ച് കഴിഞ്ഞാൽ അതിന് അപ്പുറം ഇപ്പുറയും ഒരുപോലെയാണോ എന്ന് നോക്കുക. അപ്പോൾ അതായത് കൈറാൽ കാർബണാറ്റം ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ചുറ്റും ഡിഫറെൻറ്റ് ആറ്റമാണെന്നല്ലേ പറയുന്നത്. ആ ഡിഫറെൻറ്റ് ആറ്റം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒരുപോലെ ഇരിക്കുമോ, ഇല്ല. അപ്പോൾ അത് നോട്ട് ഹാവ് പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതിനകത്ത് നമ്മൾ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറയുന്നതിന് എങ്ങനെയാണ്, അത് ഒപ്റ്റിക്കലി ആക്റ്റീവാന്ന് പറഞ്ഞു. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് കണ്ണാടിയിൽ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ അത് റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് ആയിട്ട് തോന്നും. അത് നേരെ എടുത്തത് ഇതുപോലെ തന്നെ നേരെ എടുത്ത് അതിന് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപോലെ തോന്നുമോ, ഇല്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കും വരുന്നത്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്, ഇപ്പം അത് എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, എക്സാമ്പിൾ കാണിച്ച് പറയുന്നതേ ഉള്ളൂ. ഇനി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പം എഥനോളാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് എടുത്തു, ആ കോമ്പൗണ്ടിൻ്റെ മിറർ ഇമേജ്, ഇതിപ്പോൾ എഥനോളാണ് എടുത്തിരിക്കുന്നത്. എഥനോളിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്, അതായത് ഇവിടെയും ഹൈഡ്രജനാണ് ഇവിടെയും ഹൈഡ്രജനാണ്, അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. OH എപ്പോഴും സെയിം ആയിരിക്കും വരുന്നത്, മുകളിലും താഴെയല്ലേ. അപ്പം നമ്മുടെ ഈ മിറർ ഇമേജിനെ എടുത്ത് നേരെ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ
അത് സൂപ്പർ ഇമ്പോസിബിൾ ആണ് അല്ലേ. സൂപ്പർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപോലെ തന്നെ നമുക്ക് തോന്നും. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിച്ച് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. വിച്ച് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് വിച്ച് ഈസ് നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്. അതുപോലെ അതിനെ പറയുന്ന പേരാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് കോമ്പൗണ്ട്. എക്സാമ്പിൾ എഥനോൾ. ഓക്കെ, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ഉള്ളതിന് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്, അല്ല നോട്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ്, അങ്ങനെയുള്ളതിന് നമ്മൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എഥനോൾ. ഇനി ഇനാൻഷ്യോമേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമർസത്തിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെയാണ് പഠിക്കാനുണ്ടായിരുന്നത്, ഇനാൻഷ്യോമേഴ്സ് ആൻഡ് ഡയാസ്റ്റീരിയോമേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലെ ഒപ്റ്റിക്കൽ ഐസോമർസത്തിനകത്ത്. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തരുന്ന കോമ്പൗണ്ടുകളെ ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നു. ഇത് രണ്ടും ഒരേ കോമ്പൗണ്ട് ആയിരിക്കും, ഇതിൻ്റെ മിറർ ഇമേജ് തന്നെ ആയിരിക്കണം. അത് നേരെ എടുത്തതിൻ്റെ മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നോൺ സൂപ്പർ ഇമ്പോസിബിളും ആയിരിക്കണം. അങ്ങനെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് ഇനാൻഷ്യോമേഴ്സ് കഴിഞ്ഞ് ഡയാസ്റ്റീരിയോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് എക്സാമ്പിൾ സഹിതം പറയുകയാണെങ്കിൽ കൈറാൽ സെൻറ്റർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ കൈറാൽ സെൻറ്റർ ഉണ്ട് അല്ലേ. കൈറാൽ സെൻറ്റർ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2 കൈറാൽ സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ പറയാവുന്നതാണ് അടുത്തത് സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് നോൺ സൂപ്പർ ഇമ്പോസിബിൾ. ഇതിൻ്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത് മിറർ ഇമേജും അല്ല, അതായത് നമ്മൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടിന് മിറർ ഇമേജും ഉണ്ടാവത്തില്ല, നോൺ സൂപ്പർ ഇമ്പോസിബിളും ആയിരിക്കും. അതായത് ഇതിൻ്റെ നോക്കിയാൽ CH3 അതുപോലെ തന്നെയാണ് വരുന്നത്, ഹൈഡ്രജനും അതുപോലെ തന്നെയാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഹൈഡ്രജൻ മിറർ ഇമേജ് എന്ന് പറയുന്നത് ഇവിടെ OH വരണം അല്ലേ, ഇവിടെ OH വരണം, ഇവിടെ Hഉം വരണം. അതേസമയം ഇത് മിറർ ഇമേജ് ആയിട്ട് വരും. അതായത് ഇതിൻ്റെ മിറർ ഇമേജും കിട്ടത്തില്ല അല്ലേ. മിറർ ഇമേജ് ഇല്ലാതെ ഇരിക്കുന്നതും അതുപോലെ തന്നെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള എന്താണ് ഐസോമേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാസ്റ്റീരിയോമേഴ്സുകൾ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മിറർ ഇമേജും ആയിരിക്കത്തില്ല, അതുപോലെ തന്നെ നോൺ സൂപ്പർ ഇമ്പോസിബിളും അല്ല. ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജും അല്ല, നോൺ സൂപ്പർ ഇമ്പോസിബിളും അല്ലാത്ത കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ഐസോമേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാസ്റ്റീരിയോമേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഐസോമർസത്തിൻ്റെ അകത്ത് ഇനാൻഷ്യോമേഴ്സും ഡയാസ്റ്റീരിയോമേഴ്സും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ആക്റ്റീവും ഒപ്റ്റിക്കൽ ഇനാക്റ്റീവും ഒപ്റ്റിക്കൽ ഐസോമർസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.